ഇന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസ് ED റെയ്ഡ് ചെയ്തിരിക്കുകയാണ്. ED റെയ്ഡ് ചെയ്യാനുണ്ടായ കാരണം പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് MK ഫൈസിയെ അദ്ദേഹം ED പേപ്പർ അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലേക്ക് പോവുകയും അതിന് ഹാജരാകാൻ വേണ്ടി ഓഫീസിലേക്ക് പോകുന്നതിനിടയിലാണ് ED അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വ്യാപകമായി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നു. ഏകദേശം ഒരു വർഷത്തിന് ശേഷം 3-4 തവണ ED MK ഫൈസിയെ വിളിക്കുകയും നിരന്തരമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത് അത് വിട്ടുകളഞ്ഞ ഒരു കേസ് ഒരു വർഷത്തിന് ശേഷമാണ് ആ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, ഡൽഹി ഹൈക്കോടതി 3-4 ആളുകളെ ആ കേസുമായി ബന്ധപ്പെട്ട് അവരെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ല, അത് മതിയായ കാരണമല്ല എന്ന് പറഞ്ഞ കേസാണിത്. ഡൽഹി ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി 3 ആളുകൾക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട് ഈ കേസിൽ. അതിനുശേഷമാണ് നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും ED ഇത്ര പെട്ടെന്ന് ഒരു വർഷം മുന്നേ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ വളരെ പെട്ടെന്ന് ഒരു പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്കറിയാം. വഖഫ്, രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ സ്വത്ത് വകകളെ RSSന്റെ തിട്ടൂരത്തിനനുസരിച്ച് കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു. ആ നിയമങ്ങൾ ചുളിവിലൂടെ പാസാക്കിയെടുക്കാമെന്ന് ഇവിടുത്തെ BJP ഭരണകൂടം സ്വപ്നം കാണുന്നു. അതിനെതിരെ രാജ്യവ്യാപകമായി തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രതിഷേധങ്ങൾ, ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഉയർത്തി. ആ പ്രതിഷേധങ്ങൾ ഉയർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന EDയുടെ ഈ റെയ്ഡ്. റെയ്ഡിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട്? എന്താണ് അവർ പറഞ്ഞത്? മലപ്പുറത്ത് നിന്ന് കണ്ടെടുത്ത് എന്ന് അവർ പറയുന്ന സാധനങ്ങൾ പാർട്ടി നിയമവിധേയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ വാർഷിക കളക്ഷനിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന ബാക്കി ഉണ്ടായിരുന്ന ഒരു 414 റെസിപ്റ്റ് അവരെടുത്തു. റെസിപ്റ്റ് ബുക്കുകൾ അവരെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത അവർ എഴുതിയിട്ടുള്ള ബ്ലൂ കളർ ഫോൾഡർ കണ്ടെയ്നിങ് സിനോപ്സ് റിലേറ്റഡ് ടു STPയുടെ സിനോപ്സ്, വ്യത്യസ്തമായ പരിപാടികളിൽ ഉപയോഗിക്കാൻ പ്രാസംഗികർക്ക് കൊടുക്കുന്ന സിനോപ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൂന്നാമതൊരു ഫോൾഡർ കണ്ടെയ്നിങ് സ്ലോഗൻസ് റിലേറ്റഡ് ടു മുദ്രാവാക്യത്തിൻ്റെ കോപ്പികൾ, 71 പേജുള്ള മുദ്രാവാക്യത്തിൻ്റെ കോപ്പികൾ, വ്യത്യസ്തമായ സംഗതികളാണ്. ബ്ലൂ കളർ ഫോൾഡർ കണ്ടെയ്നിങ് പ്രിന്റഡ് ലീഫ്ലെറ്റ് ആൻഡ് നോട്ടീസ് റിലേറ്റഡ് ടു STPയുമായി ബന്ധപ്പെട്ട ലീഫ്ലെറ്റ് നോട്ടീസുകളും അതുപോലെ കുറച്ച് സാധനങ്ങളും. ഡിസ്ട്രിക്ട് റിപ്പോർട്ട് ഫ്രം 2021-22 കാലഘട്ടങ്ങളിലെ ഇടക്കാല പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൻ്റെ കോപ്പി, അതുപോലെ തന്നെ വർക്കിംഗ് റിപ്പോർട്ട് ബുക്ക്ലെറ്റ് ഓഫ് STPI ഫോർ ദ പീരിയഡ് 2018-2021 3 വർഷത്തെ വാർഷിക റിപ്പോർട്ട്. ഇതൊക്കെ നിയമപരമായി ഞങ്ങൾ കൃത്യമായിട്ട് ഓഫീസിൽ സൂക്ഷിക്കുന്ന സാധനങ്ങളാണ്. അതിൻ്റെ കോപ്പിയാണ് കൊണ്ടുപോയത്. ലൂസ് ഷീറ്റ് കണ്ടെയ്ൻ ഡൊണേഷൻ റെസിപ്റ്റ് പ്രിന്റഡ് ലീഫ്ലെറ്റ് കോപ്പി ഓഫ് FIR കോപ്പി ഓഫ് സമ്മൺസ് അജണ്ട ഓഫ് STPI ഇലക്ഷൻ മാനിഫെസ്റ്റോ അടക്കുന്ന കുറച്ച് സാധനങ്ങൾ. ഹാൻഡ് റൈറ്റർ ലെറ്റേഴ്സ് ആൻഡ് നോട്ടീസ് റിലേറ്റഡ് ടു STPI ബന്ധപ്പെട്ട കയ്യാൽ എഴുതിയ കുറച്ച് ലെറ്ററുകളും കാര്യങ്ങളും. പിന്നെ അതോടൊപ്പം തന്നെ പാർട്ടി ഓഫീസിൽ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഹാർഡ് ഡിസ്കും പാർട്ടി ഓഫീസ് ഫോണായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് അവരോട് കണ്ടെടുത്തിട്ടുള്ളത്. ഇവർ പറയപ്പെടുന്ന രീതിയിലുള്ളൊരു സംഗതികളും അല്ലെങ്കിൽ ഇവർ തിരഞ്ഞു വന്നൊരു സംഗതികളും ഇവിടെ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഏതായാലും അവർക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നാണ് ഇവർ ബന്ധപ്പെട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇതിലായി തീരണ്ടേ. അവർ ഏകദേശം രാവിലെ 10 മണി മുതൽ 2:15 വരെ 2:45 വരെ റെയ്ഡ് ചെയ്ത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എഴുതി ഒപ്പിട്ട് കൊടുത്ത സാധനമാണിത്. അതിലൊന്നും കിട്ടിയിട്ടില്ല. നിയമവിധേയമല്ലാത്തൊരു സാധനം കിട്ടിയില്ല. ഓഫീസിൽ സൂക്ഷിക്കാറുമില്ല, അങ്ങനെ സാധനം ഉണ്ടാവാറില്ലാത്തല്ലോ. അത് കൃത്യമാണല്ലോ. ആ ഡിസ്കും മൊബൈൽ ഫോണും കൊണ്ടുപോയി പറയപ്പെട്ട സാധനങ്ങൾ അവർ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവരെയും വിളിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. വളരെ സൗഹൃദപരമായിട്ടാണ് അവർ പിരിഞ്ഞു പോയിട്ടൊക്കെ ഉള്ളത്. നമ്മൾ അറിഞ്ഞിടത്തോളം ഇതുപോലുള്ള റെയ്ഡുകൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ജില്ലാ നേതൃത്വങ്ങൾ അറിയിച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നടക്കേണ്ട സംഗതിയാണ്. പക്ഷേ ഇത് മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ആരോ മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചറിഞ്ഞാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയുന്നത്. പാർട്ടി ഓഫീസ് സെക്രട്ടറി മാത്രം ഇരിക്കുന്ന സമയത്താണ് റെയ്ഡ് വന്നത്. ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ഓഫീസിലേക്ക് എന്നെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കയറി ചെന്നപ്പോൾ തൽക്കാലം അതിലേക്ക് കയറാൻ ഒരു അനുവദിച്ചില്ല. അവസാനം ഇതിനെ ഹസറിൽ ഒപ്പിടിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പാർട്ടി ജില്ലാ ഓഫീസ് സെക്രട്ടറിയോട് ഒപ്പിടിച്ചാണ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ വേറെ കൃത്യമായിട്ട് ഒരു സംഗതിയും അവർ നമുക്ക് നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ പറയുകയോ ചെയ്തിട്ടില്ല, ആരോടും ഹാജരാകാൻ പറഞ്ഞിട്ട് വിളിപ്പിച്ചിട്ടില്ല. ഈ സാധനം ഒപ്പിട്ട് തന്ന് അവർ പോയി. അതിന് ചോദിച്ചിട്ടുള്ള അവരുടെ മറുപടി ഇതാണ്, ഞങ്ങളെ പ്രസിഡന്റ് പറഞ്ഞല്ലോ. പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഇപ്പൊ മറുപടി എന്താണുള്ളത്? ഇഡിയോട് നമുക്ക് ചോദിക്കാനുള്ള സംഗതി ഇത്തരം കാര്യങ്ങൾ കിട്ടി എന്നാണ് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇന്ന സാധനങ്ങൾ കിട്ടി. ഇതിനെന്താണ് ഉള്ളത്? മാന്യമായി ഇഡിക്ക് റെയ്ഡ് ചെയ്യാൻ എന്തായിരുന്നു തടസ്സം? ഞങ്ങൾ ഇവിടെയൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. ഇഡി വന്നത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. എന്താണ് ഇതിൻ്റെ ആവശ്യം? ആരോടാണ് ഈ പുകമറ സൃഷ്ടിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യ രാജ്യത്ത് 22 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന നാഷണൽ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ആ പാർട്ടിയുടെ ഒരു ജില്ലാ ഓഫീസ് റെയ്ഡ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇഡിക്ക് അത് രേഖാമൂലം അറിയിച്ച് ചെയ്യാൻ പറ്റാത്തത്? ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ 10 മണിക്കാണെങ്കിൽ ആ 10 മണിക്ക് ഞങ്ങൾ നിങ്ങളുടെ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ വരണമെന്ന് പോലും പറയുന്നില്ല.